ഹലോ ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർദ്രാസ് ഹാപ്പി ട്രീ. ഞാൻ ഇന്നൊരു ടിമു ഷോപ്പിംഗ് ഹാളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ടിമു ഇവിടുത്തെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഒരുപാട് ഐറ്റംസ്, ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റംസ് അതിൽ നിന്ന് വാങ്ങാൻ പറ്റും. ക്വാളിറ്റി വലിയ മോശമൊന്നുമില്ല. ഞാൻ മുൻപ് കുറേ ഐറ്റംസ് അങ്ങനെ അധികം പർച്ചേസ് ചെയ്തിട്ടൊന്നുമില്ല, ബട്ട് വാങ്ങിയ ഐറ്റംസ് ഒക്കെ നല്ലതായിരുന്നു. നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കൂടുതലും വാങ്ങിയിട്ടുള്ളത് കിച്ചൺ ഐറ്റംസും പിന്നെ ബേബി പ്രൊഡക്ട്സും ആണ്. ഈ ഒരു ടോയ് നമ്മൾ മോന് വേണ്ടി ആദ്യം ഓപ്പൺ ചെയ്തു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ പിക്കബു എലിഫന്റ് ടോയ് ആണ്. ഇത് നല്ലൊരു ഐറ്റമാണ്. ഇതൊരു ടേബിൾ ഷീറ്റാണ്, ടേബിൾ ഷീറ്റ് റോളാണ്. നമുക്കതിൽ പല മെഷർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ടേബിളിൻ്റെ ഒരു മെഷർമെൻറ്റിന് എടുത്തതാണ്. നമുക്കിത് ഈസി ആയിട്ട് ടേബിളിൽ ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ടേബിളിൽ എന്തെങ്കിലും കറികളോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പ്രൈസും അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടമായാൽ നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. ഇത് ബേബിയുടെ ഫുഡൊക്കെ നമുക്കിങ്ങനെ സ്മാഷ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇത് നല്ല യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ ഒക്കെ നമുക്ക് പെട്ടെന്ന് സ്മാഷ് ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പാക്കിങ് ചില സമയത്തൊക്കെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അത്ര പോരാ പാക്കിങ്. പിന്നെന്താ, ഇത് നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഒരു ബോക്സാണ്. ഒരേ സമയം 1 2 3 4 5 കൂളിംഗ് ഗ്ലാസ് വരെ വെക്കണം. എന്നിട്ട് നമുക്കിതിങ്ങനെ മടക്കി എടുത്ത് വയ്ക്കാം. ഇത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമുക്കിപ്പോൾ ലൈഫ് ആകെ ബിസി ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇനി തൊട്ട് പ്ലാൻ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓരോ ദിവസത്തെ വീക്കിലി മെനു പ്ലാൻ ചെയ്യുക. അതുപോലെ ഗ്രോസറീസ് എന്തെങ്കിലും നോട്ടൊക്കെ എടുക്കാനായിട്ട് വേണ്ടി മേടിച്ചതാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് പോലെയാണ്, മാഗ്നറ്റ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ നമുക്കിത് ഒട്ടിച്ച് വെക്കാം. ഇത് ഇറേസബിളും ആണ്, നമുക്ക് എഴുതി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ മന്ത് ഓരോ ദിവസത്തെ എന്താണ് മെനു ഒക്കെ എഴുതി അതിനാവശ്യമുള്ള ഗ്രോസറീസ് ഒക്കെ എഴുതി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിനു വേണ്ടി വാങ്ങിയതാണ്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല, നോക്കണം. ഇത് നമ്മളിവിടെ വിൻ്റർ അല്ല, അപ്പോൾ ഈ വിൻ്റർ ടൈമിൽ നമുക്കിങ്ങനെ പോകുമ്പം ഇങ്ങനെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. ജസ്റ്റ് ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ തണുത്തൊക്കെ പോകുമ്പോൾ നല്ലൊരു കവറേജ് കിട്ടും. നമ്മുടെ ഫേസിലേക്കും നമ്മുടെ മൂക്കിലേക്കും ഈ ഭാഗത്തേക്കൊക്കെ നമുക്കൊരു കാറ്റടിക്കുമ്പോൾ നല്ലൊരു കവറേജ് ഉണ്ടായിരിക്കും. ചെവിയും നമുക്കിങ്ങനെ കവർ ചെയ്യാൻ പറ്റും. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ആപ്പിൾ കട്ടർ. നമുക്ക് ആപ്പിൾ ഈസി ആയിട്ട് ഇതിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടു മേടിച്ചതാണ്. എത്രത്തോളം അത്യാവശ്യം ഷാർപ്പാന്ന് തോന്നുന്നു. ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് സൈഡിൽ കൊടുക്കാം കേട്ടോ, അത് കണ്ടു നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ആ നടുവിലത്തെ ഭാഗം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആപ്പിൾ കട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി മേടിച്ചതാണ്. ഇതും ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മളിങ്ങനെ ബിസി ആയിട്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കുക്ക് ചെയ്തൊക്കെ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളൊരു പർപ്പസിന് വേണ്ടി മേടിച്ചതാണ്. ഇതുപോലത്തെ 2 ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഗ്രേവി, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ടൊമാറ്റോ അതുപോലെ ഒനിയനൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ പേസ്റ്റൊക്കെ നമുക്ക് ഇതിൽ വെച്ച് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ടൈം നമുക്ക് ലാഭിക്കാം. അതിന് വേണ്ടി മേടിച്ചതാണ്. അതുപോലെ എന്തായാലും എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുക, പുതിന മല്ലി പേസ്റ്റൊക്കെ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് കുറച്ചുകൂടി വലുതാണ്. ടെമുവിൽ നമുക്ക് അതാണ് ഒരു പ്രശ്നം. ചിലപ്പോൾ നമ്മൾ ഫോട്ടോ കണ്ട് വലുതാണെന്ന് തോന്നും ചില ഐറ്റംസ്, പക്ഷേ ചിലപ്പോൾ നേരിട്ട് വരുമ്പോൾ അത്ര വലുതാവണമെന്നില്ല. അത് നമ്മൾ അതിൻ്റെ മെഷർമെൻറ്റും കൂടി നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണം നമ്മൾ വാങ്ങുമ്പോൾ. അപ്പോൾ ഇതാണ് ഐറ്റം. ഇതും ബേബി പ്രോഡക്റ്റാണ്, മോന് വേണ്ടി വെച്ചതാണ്. അപ്പോൾ അവന് സോളിഡ്സൊക്കെ കൊടുക്കാൻ അടുത്ത മാസം തൊട്ട് തുടങ്ങണം. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടി മേടിച്ചതാണ്. ഇത് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യാൻ ഈസി ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കവർ ചെയ്യാം. ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ യൂസ് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയും ചെയ്യാം. പിന്നെ ഇതിൽ വരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്.
ഇത് നമുക്കിങ്ങനെ തുറന്ന് കണ്ടോ, ഇങ്ങനെ തുറന്നിട്ട് ഇതിലേക്ക് നമുക്ക് പ്യൂരിയോ അല്ലെങ്കിൽ നമ്മൾ സ്ട്രോബെറിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് ഇവിടെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്താൽ അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്കിത് കേടായാൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു 3-4 എണ്ണം അവർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതന്നെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു സെറ്റാണ്. അടുത്ത ഐറ്റം ഇതും നമ്മൾ ബേബിക്ക് ഫീഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പോൾ ബേബിക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ കഴുത്തിൽ കൂടെ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡ്രസ്സിലൊന്നും അഴുക്കാവില്ല, ക്ലീൻ ആയിട്ട് കഴിക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ പോയി കഴിഞ്ഞാൽ അതാ ഇതിലിങ്ങനെ വന്ന് വീണോളും. അപ്പോൾ അവർക്ക് സ്വയം ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോഴും ഡ്രസ്സിലൊന്നും ആവാതെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതും നമ്മുടെ ബേബിക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് സിലിക്കൺ ആണ് ഈ മെറ്റീരിയൽ. ഇതൊരു കപ്പുണ്ട്, വെള്ളം കുടിക്കാനുള്ളൊരു കപ്പ്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ഇതൊരു പ്ലേറ്റ്. ഇതൊക്കെ നമുക്കിങ്ങനെ സക്ഷൻ ടൈപ്പാണ്, നമ്മളതിൽ വെക്കുമ്പോൾ നോക്കി പിടിച്ചിരിക്കും. അപ്പോൾ അതായത് ഒരു പ്ലേറ്റ് ഉണ്ട്, ഈ ഒരു കപ്പുണ്ട്. ഇതിൻ്റെ കപ്പുണ്ടല്ലോ, ഇതിൻ്റെ കപ്പ് നമുക്ക് കപ്പ് തെറ്റിച്ച് തന്നെ ഇതാ ഇങ്ങനെ ഒരു കപ്പ്. പിന്നെ അതിനനുസരിച്ചിട്ട് കണ്ടോ ചെറിയ ഫോർക്ക്, ചെറിയ സ്പൂണ് ഒക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സ്പൂണുകളൊക്കെ ഉണ്ട് അവർക്കെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഈ മൊബൈലല്ല, സോറി, റിമോട്ടിൻ്റെ കവറാണ്. എൻ്റെ റിമോട്ടിൻ്റെ കവറാണ്. ഇതും അത് അടുത്തത് ഇത് ഫയർ സ്റ്റിക്കിനുള്ളതാണ്. ഇത് TV റിമോട്ടിനുള്ളതാണ്, സാംസങ്ങിൻ്റെ. അടുത്തത് ഇത് ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചതാണ്. ഈ മുടിയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ്. നമുക്ക് ബാക്കിൽ ഇത് 2 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ഗാർലിക് പ്രസ്സർ എന്നാണ് പറയുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗാർലിക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ചെറുതാക്കി കിട്ടും. ഇതും എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. ഞാൻ ചെറിയ ഇതാണ്. ഇപ്പോൾ മോൻ്റെ മുടി വല്ലാണ്ട് വലുതായി, അപ്പോൾ അവന് മുടി ഇങ്ങനെ കെട്ടി വയ്ക്കാൻ വേണ്ടി മേടിച്ച ചെറിയ ഉണ്ടകളാണ്. ഇങ്ങനത്തെ ചെറിയ ഉണ്ടകളാണ്. ഇത് നമ്മൾ ഈ ക്ലിംഗ് റാപ്പ് ഉണ്ടല്ലോ, ക്ലിംഗ് റാപ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കിത് മാഗ്നറ്റ് ടൈപ്പാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് ക്ലിംഗ് റാപ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയാണിത് പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ഐറ്റംസ് വേറൊരു പാക്കേജിലാണ്. അപ്പോൾ അത് ഞാൻ വന്നിട്ട് ആ ഒരു പാക്കേജും കൂടി കാണിക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്കും നോക്കി പർച്ചേസ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. എല്ലാം നല്ല ഐറ്റംസാണ്. ഞാൻ യൂസും ചെയ്ത് നോക്കി, നല്ല ഐറ്റംസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ ബൈ. Bye bye.